കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. ഞാൻ പറഞ്ഞല്ലോ, വി നീഡ് ടു സീ ദാറ്റ് വി ആർ റൂട്ടഡ് ഇൻ ഹിം ആൻഡ് വി ആർ ബിൽറ്റ് ഇൻ ഹിം. അവനിൽ പണിയപ്പെടുന്നതായ ഒരു സ്റ്റേജ് ഉണ്ടാകണം. എന്താണ് കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിക്കും അതിനെ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫെലോഷിപ്പാണ്. ദൈവവും യേശുവും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു തമ്മിലുള്ള ബന്ധം മാറി നിന്ന് കാണുന്ന ഒരു ബന്ധം അല്ല. നമുക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്, മാറി നിന്ന് കാണുന്ന അനേകരുണ്ട്. പല ബഹുമാന്യരായ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറി നിന്ന് കാണുന്നുണ്ട്. പക്ഷേ യേശുവിന്റെ കാര്യത്തിൽ നമുക്ക് ബഹുമാനമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ബഹുമാനം മാത്രമല്ല ഇവിടെ പറയുന്നത്, എന്താണ്? റിലേഷനാണ്. റിലേഷൻഷിപ്പ് ഈസ് ഫെലോഷിപ്പ്. 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. അതായത് തലയും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണ് എന്ത്, നമ്മളും യേശു കർത്താവും തമ്മിലുള്ള ബന്ധം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരീരവും തലയും തമ്മിലുള്ള ബന്ധം, ശരീരത്തിലേക്കുള്ള സകല കാര്യങ്ങളും ഒഴുകി വരുന്നത് ശരിക്കും പറഞ്ഞ എവിടെ നിന്നാണ്? തലയിൽ നിന്നാണ്. എന്നതുപോലെ എൻ്റെ കംപ്ലീറ്റ് സോഴ്സ് യേശു ആയിരിക്കുന്ന ഒരു സ്റ്റേജ്. ഞാൻ പല പ്രാവശ്യം ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം. അതായത് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കും, എനിക്ക് വേറെ ഒരു സോഴ്സ് ആവശ്യമില്ല, എനിക്കത് സഹിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു എക്സ്റ്റേണൽ സോഴ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ഉണ്ടാകുമ്പോഴത്തേക്ക് എനിക്ക് അസ്വസ്ഥതയാണ്, അത് പറ്റില്ല. ഒരു ഫോറിൻ ബോഡി, നമ്മളുടെ ഒരു ഫോറിൻ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനോ മറ്റൊന്നിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനോ എനിക്ക് കഴിയാതെ വരണം. എൻ്റെ ബോഡിയിലേക്ക് ഒഴുകി വരുന്നത് മുഴുവൻ എവിടെ നിന്നായിരിക്കണം? ഈ തലയിൽ നിന്നായിരിക്കണം. യേശു കർത്താവിൽ നിന്ന് മാത്രമേ എന്നിലേക്ക് എന്ത് ഒഴുകി വരാവൂ. വേറെ ഒന്നും, ഒരു കാരണവശാലും ഒന്നും, ഒരു എക്സ്റ്റേണൽ ഒരു സോഴ്സ് എനിക്ക് ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ. അതുകൊണ്ടാണ് തലയായവനിൽ നിന്നല്ലോ ശരീരത്തിലേക്ക്, ഈ ഞരമ്പുകളിലേക്കെല്ലാം ഒഴുകി വരുന്നത്. എൻ്റെ കയ്യുടെ വിരലൊന്ന്, അല്ലെങ്കിൽ കാലിന്റെ വിരലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തലയിൽ അതിന്റെ വേദന അനുഭവിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരു എക്സ്റ്റേണൽ ബോഡിയിലുള്ള പെയിൻ അത്രയും വലിയ പെയിൻ ആയിരിക്കത്തില്ല, പക്ഷെ എൻ്റെ കാലം തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും, ഇല്ലേ? വിയറ്റ്നാം യുദ്ധം നടന്ന, ജേർണലിസം ക്ലാസ്സിൽ പറഞ്ഞ ഒരു കഥയാണ്. വിയറ്റ്നാം യുദ്ധം നടന്ന സമയത്ത് ഒരു പ്രൊഫസർ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ വിയറ്റ്നാം യുദ്ധത്തെക്കാൾ വേദനാജനകമായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ചോദിച്ചു, എന്ത് പറ്റി സാർ? അല്ല, എൻ്റെ കാലം തട്ടിയ കാര്യം പറഞ്ഞാന്ന്. കാര്യം വിയറ്റ്നാം യുദ്ധം എവിടെയാണ് നടക്കുന്നത്? അത് വലിയ പത്രത്തിലൊക്കെ എഴുതാൻ കൊള്ളാം, പക്ഷെ എൻ്റെ കാല് തട്ടുമ്പോഴാണ് വിയറ്റ്നാം യുദ്ധത്തെക്കാൾ എനിക്ക് വേദന എടുക്കുന്നത്, ഇല്ലേ? ഈ കാലൊന്ന് തട്ടുമ്പോൾ അത് തലയിൽ വേദനയാകുന്നു. ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കൈക്ക് ഓർഡർ കിട്ടി, എൻ്റെ ശരീരത്തിന് ഓർഡർ കിട്ടി, ഞാൻ നിൽക്കുന്നതിന് ഓർഡർ കിട്ടി, ലോട്ട് ഓഫ് തിങ്സ്, ഇല്ലേ? ലോട്ട് ഓഫ് തിങ്സ്. റിഫ്ലക്സ് ആക്ഷൻസ് ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എല്ലാം തല വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ. നമ്മുടെ കൈ കാണാം, അറിയാതെ എവിടെയെങ്കിലും ഒരു ചൂടുള്ള സ്ഥലത്തേക്ക് കാണാൻ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വായിലേക്ക് നമ്മൾ വിരലിങ്ങനെ പോകുന്നത് കാണാം. അതൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല. അന്നേരം ആലോചിക്കുന്നുണ്ടോ, എന്താ ഇത് ഈ പൊള്ളല് മാറ്റാനായിട്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടൊന്നുമല്ല. ഇതുപോലെയാണ് യേശുവും ഞാനും തമ്മിലുള്ള ബന്ധം. എൻ്റെ ഏത് ചെറിയ ചലനങ്ങളെപ്പോലും എന്ത് ചെയ്യുന്നുണ്ട്, യേശു അറിയുക മാത്രമല്ല നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ബോഡിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് എൻ്റെ തല ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ? തല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലെ ഒരു വലിയ ചിന്തന തന്നെ, തല എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ളതാണെന്നാണ്. ഭരിക്കാൻ മാത്രമല്ല, നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ കല്യാണത്തിന് വായിക്കുന്ന വാക്യത്തിലും പെട്ടെന്ന് നമ്മൾ ഓർക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണ്? പുരുഷന്റെ തല ക്രിസ്തു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പറയുന്ന കൂട്ടത്തിലുണ്ട്, അവിടെ എങ്ങനെയാണ് യേശു കർത്താവ് സഭയുടെ തലയായിരിക്കുന്നത്. അത് ആ ഭാഗം അതുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിലും അവിടെ നമ്മൾ ഓർക്കുന്ന, അല്ലെങ്കിൽ പോള് പറയുന്നതായ കാര്യത്തില് 5-ാം അധ്യായത്തിന്റെ ഞാൻ വാക്യം വായിക്കാം. 23-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ. അപ്പോൾ തലയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായ ജോലി ഭരിക്കുക എന്ന് മാത്രമല്ല, എന്താണ്? രക്ഷിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കണമെങ്കിൽ ചിലപ്പം ഭരണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വഴക്ക് പറയുന്നത്, നോക്കാം, അല്ലേ? രക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ എന്തുള്ള ആവശ്യമുണ്ട്, ഭരണം ആവശ്യമുണ്ട്. പക്ഷെ ഭരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതാണ് യേശു കർത്താവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത്. എന്ത്? അവൻ എന്നെ ടോട്ടലി, അതുകൊണ്ട് ഞാൻ റിഫ്ലക്സ് ആക്ഷന്റെ കാര്യം പെട്ടെന്ന് പറയാനുള്ള കാര്യം, അതായത് ഞാൻ പോലും അറിയാതെ, ബുദ്ധിയോ ഒന്നും വർക്ക് ചെയ്യാതെ, അതായത് എൻ്റെ കൈ ഒന്നും ആലോചിക്കുന്നൊന്നുമില്ല,
ഈ റിഫ്ലക്സ് ആക്ഷനിൽ എന്തില്ല? ചിന്ത ഒന്നുമില്ല, അതൊന്നുമില്ല. അന്നേരം കയ്യോ കാലോ, ഒരു കൈക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ മറ്റേ കൈ ഒരു പക്ഷെ താങ്ങി, ഇറ്റ് ഹാപ്പൻസ്. എന്താണ്? ഈ തലയും ശരീരവും തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ ആ ശരീരവും തലയും തമ്മിലുള്ള ബന്ധത്തില് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സന്ധിമജ്ജകളില് ഇടയ്ക്ക് ചിലപ്പോൾ എന്താണ്, നമ്മുടെ കൈക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അറിയത്തോലില്ല, മറ്റേ കൈ അറിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ രക്തയോട്ടം കുറഞ്ഞത് കൊണ്ടോ നിലച്ചത് കൊണ്ടോ ഒക്കെയാണ്, ഇല്ലേ? അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം? ഈ തലയുമായിട്ടുള്ള റിലേഷൻ, ആ തലയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ചിന്തകളൊക്കെ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് അവൻ കൊടുക്കുന്ന ഓർഡറൊക്കെ താഴെ വരത്തക്ക രീതിയിൽ എപ്പോഴും ഇത് ക്ലിയർ ആക്കിയിരിക്കണം. അത്രയും മാത്രമേ. അതെപ്പോഴും അവിടെയാണ് നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കേണ്ട കാര്യം. പക്ഷെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ശരീരവും തലയും തമ്മിലുള്ള ബന്ധം പോലെ ഉള്ള ബന്ധമാണ്. അതാണ് യേശുവും ഞാനും തമ്മിലുള്ള ബന്ധം. അതാണ് ഒരു മിസ്റ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ബന്ധം എന്താണ്? കൊമ്പും മുന്തിരിവള്ളിയും തമ്മിലുള്ള ബന്ധം. അതുതന്നെയാണ് തലയും ശരീരവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ സഭയും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഉപമകൾ അല്ലെങ്കിൽ രണ്ട് സമാനതകൾ പറഞ്ഞിരിക്കുന്നത് രണ്ടും അസാമാന്യമായ നിലയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു ബന്ധമാണ്. എന്ത്? മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ല സ്വയമായിട്ട് കായ്പാൻ കഴിയുകയില്ല. ആ കൊമ്പ് മുന്തിരിവള്ളിയിലേക്ക് ചുമ്മാ കൊണ്ട് വെച്ച് പിടിപ്പിച്ചേച്ച് അല്ലെങ്കിൽ ചുമ്മാ ഒട്ടിച്ചു വെച്ചാൽ മാത്രം പറ്റത്തില്ല. എന്താണ്? അത് ബഡഡ് ആകണം. ബഡഡ് ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിലേക്ക് ഈ ജീവരസം ഒഴുകി ചെല്ലത്തുള്ളൂ. എന്റെ തല, നമുക്ക് മറ്റ് പുരാണങ്ങളുടെ മറ്റും തല മാറട്ടെ എന്ന് പറയുമ്പോൾ വേറെ തലയൊക്കെ കയറി വരുമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ തല മാറ്റാനൊന്നും പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല. എനിക്ക് വേറെ വേണ്ടതാണ്. എനിക്ക് വേറെ തലയൊന്നും ആവശ്യമില്ല. കാര്യം ഞാനിത് എൻജോയ് ചെയ്ത് ആ ഫെലോഷിപ്പിൽ ജീവിക്കുമ്പോഴത്തേക്ക് എനിക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാനുള്ള സമയം പോലും, അല്ലെങ്കിൽ ആ സമയമൊന്നുമില്ല, ഞാൻ ആലോചിക്കുന്നില്ല. എനിക്ക് വേണ്ട. എനിക്ക് ലോകത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് ലോകത്തിന്റെ തല കയറ്റി വെക്കാൻ എനിക്ക് വേണ്ടല്ലോ. എനിക്കതിനകത്ത് രസിക്കാനായിട്ട് കഴിയുകയില്ല. എന്റെ സകല കാര്യങ്ങളും ആരുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്? യേശുവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്റെ സോഴ്സ് ആര് മാത്രമായിരിക്കും? യേശു മാത്രമായിരിക്കും. എന്റെ മനസ്സ് യേശുവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എന്റെ ചിന്തകൾ യേശുവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എന്റെ പ്രവൃത്തികൾ യേശുവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എന്റെ കാഴ്ചപ്പാടുകൾ യേശുവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എല്ലാം എന്റെ സ്റ്റാൻഡേർഡ് ക്രിസ്തുവാണ്. ഇനി 3-ാം അധ്യായത്തിലേക്ക് ഞാൻ പറഞ്ഞ 2-ാം അധ്യായം നമ്മളുടെ എബൈഡിങ്ങിനകത്ത് വരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് ഇപ്പൊ എടുക്കാനായിട്ട് ഉപയോഗിക്കാത്തത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ സമയപരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാണ്. അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അതായത് ഈ 2 അധ്യായങ്ങളിലും പറഞ്ഞൊരു കാര്യം അതാണ്. എന്ത്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്? അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അവൻ നമ്മിലേക്ക് പകർന്ന ജീവൻ കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ജീവിതം പറ്റുന്നത്. അല്ലെങ്കിൽ പറ്റുമായിരുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഐ വാസ് റേസ്ഡ് ഫ്രം ദ ഡെഡ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മയും അവൻ ഉയർപ്പിച്ചു. ഇപ്പൊ ഞാൻ ആരുടെ കൂടെയാണ്? അവൻ എന്നെ സ്വർഗസ്ഥലങ്ങളിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഐ എം വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ദ ലൈഫ് ദാറ്റ് ഈസ് വിതിൻ മീ, ഇറ്റ് ഈസ് എ റിസൺ ലൈഫ്. അല്ലെങ്കിൽ അത് ഉയർപ്പിക്കപ്പെട്ട ഒരു ജീവനാണ്. ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ട ജീവനാണ്. എന്റെ പഴയ ജീവിതവുമല്ല. കാര്യം എന്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതിനെ ഞാൻ അടക്കിയിരിക്കുന്നു, അല്ലേ? അതിനെ ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നു. ഇനി അതിന് ഉയർന്നു വരാൻ കഴിയാതെ വണ്ണം ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ സെൽഫിനെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബോധപൂർവമായ പ്രവൃത്തികളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങളുടെ ആകമാനമായിട്ട് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകണം. അതിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ അവനിൽ വേരൊന്നിയും ആത്മീക വർധന പ്രാപിച്ചും താഴോട്ടും മുകളിലോട്ടും എല്ലാം ക്രൈസ്റ്റ് സെന്റേഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, പോളിന്റെ പുസ്തകങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമൊന്നുമല്ല. അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡിഫെൻഡിങ് ഡോക്ടർ എന്ന നിലയിൽ യഹൂദന്മാരോട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ആത്യന്തികമായി എന്താണ്? ക്രൈസ്റ്റ് ഇൻ ആൻഡ് ഇൻ ക്രൈസ്റ്റ്. അതാണ് പോൾ പറയുന്നത്. അങ്ങനെ കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും എല്ലാം പറയുന്ന ആ ഒരു പ്രധാനം, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഇനി നിങ്ങൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടയമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുള്ള ദൈവത്തിൽ
മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എനിക്ക് ഇത് അവേഴ്സ് ആൻഡ് അവേഴ്സ് നമ്മൾ ആലോചിച്ചാൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു ആത്മീക യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു പക്ഷേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില ഭാഗങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതാണ് സത്യം, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ത്? നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ അതായത് when I died with Christ, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാനും ക്രിസ്തുവും തമ്മിൽ ബൗണ്ട് ആയതാണ്. അവിടെയാണ് യൂണിയൻ തുടങ്ങുന്നത്. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ നോക്ക്, നമ്മൾ യേശുവുമായിട്ട് ബന്ധപ്പെടുന്ന ആദ്യത്തെ മീറ്റിംഗ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്രോസ്. ഇറ്റ്സ് എ ക്രോസ്. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തു ഖാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, യേശു ലാസറിനെ ഉയർപ്പിച്ചു, ഇതെല്ലാം യേശുവിന്റെ ജീവിതത്തിൽ അവന്റെ ദൈവികതയും അവന്റെ മാനുഷികതയും അവന്റെ ഇടപെടലും എല്ലാം അതിനകത്ത് എനിക്ക് കണ്ടു പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ ആത്മാവിന്റെ ലോകത്ത് ഞാനും യേശുവും കൂടെ ഒന്ന് ചുറ്റിക്കെട്ടി വരുന്ന ആ യൂണിയൻ നടക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ക്രോസിലാണ്. അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ അപ്രസക്തമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ക്രോസിലാണ് അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനോടുകൂടെ അവന്റെ സുവിശേഷങ്ങളിലെ ജീവിത ശൈലി കണ്ട് എനിക്ക് നടക്കാൻ പറ്റും. അവനെ പോലെ ജീവിക്കാൻ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്നെ ബന്ധപ്പെടുത്തുന്നത് അവന്റെ ജനനത്തെങ്കിലല്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ബെത്ലഹേമിലായിരുന്നില്ല, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഗലീലയിലായിരുന്നില്ല, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ബഥാന്യയിൽ ലാസറിന്റെ ഉയർപ്പിച്ച കല്ലറയിൽ ഞാൻ ആയിരുന്നില്ല. പക്ഷെ ഞാൻ ക്രിസ്തുവിനോടുകൂടെ കാൽവരി ക്രൂസിലായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവിടെയാണ് ആത്മലോകത്ത് ഞാനും യേശുവും ഏകീഭവിക്കുന്നത്. കാൽവറി ക്രൂസിൽ യേശു മരിച്ചപ്പോൾ ഞാനും മരിച്ചു. ബഥാന്യയിൽ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ഞാനും ഉയർത്തില്ല. പക്ഷെ കാൽവറി ക്രൂസിൽ യേശു മരിച്ചപ്പോൾ ഞാനും മരിച്ചു. അങ്ങനെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ഇല്ലേ? ക്രിസ്തുവിനോടുകൂടെ വെള്ളം വീഞ്ഞാക്കിയില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവിടെയാണ് ക്രോസിന്റെ പ്രാധാന്യം. ക്രിസ്തുവിനോടുകൂടെ ഞാൻ വെള്ളം വീഞ്ഞാക്കിയില്ല, ക്രിസ്തുവിനോടുകൂടെ ഞാൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചില്ല, പക്ഷെ ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചു. ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനി ഉത്തരവാദിത്വം പിന്നെയും വർദ്ധിക്കുകയാണ്. എന്താണെന്നറിയാമോ? ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ആ ഉയരത്തിന്റെ പ്രത്യേകത എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സ്വർണത്തെക്കുറിച്ച് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സ്വർണത്തെക്കുറിച്ചല്ല പറയേണ്ടത്. സ്വർഗത്തിന്റെ പ്രത്യേകത ക്രിസ്തു, അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്, ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. എന്ത്? ക്രിസ്തു ഇരിക്കുന്നത് കൊണ്ടാണ് അത് സ്വർഗമാകുന്നത്. അല്ലെങ്കിൽ അത് സ്വർഗമാകുന്നില്ല. അല്ലെങ്കിൽ അതൊരു സ്ഥലമാണ്. അതൊരു സ്ഥലമാണ്. ആ സ്ഥലമല്ല ഇവിടുത്തെ പ്രാധാന്യം. എന്താണ്? ക്രൈസ്റ്റ് ഈസ് സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. എന്താണ് ഇവിടെ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്? സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്, നോട്ട് ഓൺ തിങ്സ് ദാറ്റ് ആർ അപ്പോൺ എർത്ത്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ. അവിടെ നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്യാൻ. അതായത് യേശുവിനോടുകൂടെ നമ്മൾ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനിയിപ്പോൾ അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് നമ്മൾ നടക്കുകയാണ് അവന്റെ കൂടെ. പക്ഷേ നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കരുത്. നമ്മുടെ മനസ്സും കൂടെ എവിടെ സെറ്റ് ചെയ്യണം? ക്രിസ്തുവിന്റെ മനസ്സ് എവിടെയാണോ അവിടെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്? ആ സ്റ്റാൻഡേർഡ് ആയിരിക്കണം എന്റെയും സ്റ്റാൻഡേർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ വാല്യൂ സിസ്റ്റം മാറുകയാണ്, എന്റെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്, എന്റെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്, എന്റെ പെർസെപ്ഷൻ മാറുകയാണ്. എവറിതിങ് ഈസ് ചേഞ്ച്. എല്ലാം എന്തായിത്തീരുന്നു? ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് എന്താണ്, ക്രിസ്തുവിന്റെ മനസ്സ് എന്താണ്. ഇപ്പൊ എനിക്ക് അതേ ആലോചിക്കാനുള്ളൂ, എനിക്ക് വേറെ ഒന്നും ആലോചിക്കുന്നില്ല. സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. എന്റെ സ്റ്റാൻഡേർഡ് ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡാണ്. അല്ലാതെ വേറെ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വാച്ച് സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം മേ ബി 5 മിനിറ്റ്സിന്റെ ഡിഫറൻസ് അങ്ങോട്ട് കൊണ്ട് എന്റെ വാച്ച് ഉണ്ടായിരിക്കും. വേറെ ആളുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില പിള്ളേരെ സ്കൂളിൽ വിടുന്ന നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അറിയാം 3/4 മണിക്കൂർ മുന്നോട്ടായിരിക്കും വാച്ച് ഇല്ലേ? അവിടെ തൊട്ട് നമ്മൾ പിള്ളേരെ കള്ളത്തരം പഠിപ്പിക്കുകയാണ്.
മാനമര്യാദയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ പിള്ളേർക്ക് തന്നെ മനസ്സിലാകത്തില്ല ഇതിന്റെ സമയം എത്രയെന്നുള്ള അവരുടെ മനസ്സിൽ വരത്തില്ല. ഇത് കാണിച്ചിട്ട് വല്ല വല്ല അർത്ഥമുണ്ടോ? നിങ്ങളുടെ ക്ലോക്കെങ്കിലും ശരിയായിട്ട് അതെങ്കിലും എന്താ സത്യം സംസാരിക്കട്ടെ. നിങ്ങളുടെ ക്ലോക്കെങ്കിലും സത്യം സംസാരിക്കട്ടെ അല്ലേ? അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ക്ലോക്കിനനുസരിച്ച് എന്റെ വാച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനങ്ങ് ചെയ്യത്തില്ല. ചെയ്യും? നിങ്ങൾ ചെയ്യുമോ? കാണുന്ന ക്ലോക്കിനനുസരിച്ച് എല്ലാം വാച്ച് സെറ്റ് ചെയ്യുമോ? ഇല്ല. ഒരു വാച്ച് പണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്ലോക്സ് ഒന്നും വരുന്നതിന് മുമ്പായിട്ട് എല്ലാം നമ്മൾ ഈ വൈൻഡ് ചെയ്യുന്ന വാച്ചും ക്ലോക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സാധാരണ വാച്ച് റിപ്പയറിന്റെ ഒക്കെ വീട്ടിൽ ഒരു വലിയൊരു ഷോപ്പിൽ ഒരു വലിയൊരു ക്ലോക്ക് കാണും, ഒരു മാസ്റ്റർ ക്ലോക്ക് കാണും. ഈ മാസ്റ്റർ ക്ലോക്ക് നമ്മളിപ്പം വാച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യും? അത് നോക്കിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾ നോക്കിയപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരുത്തം വന്നിട്ട് ഈ ക്ലോക്കെ നോക്കി ടൈം സെറ്റ് ചെയ്തുകൊണ്ട് പോകും. വാച്ച് കിടക്കാനല്ല, വേറൊരുത്തൻ. ഒരു ദിവസം അയാൾ ചോദിച്ചു, ഈ കടക്കാരൻ അയാൾ ചോദിച്ചു, ഇവിടെ താനെന്താ എല്ലാ ദിവസവും വന്ന് എന്റെ ഈ ക്ലോക്കെ നോക്കി ടൈം സെറ്റ് ചെയ്യുന്നത്? ഉടനെ അയാൾ പറഞ്ഞു, ഞാനാണ് ഇവിടെ ഈ സൈറൻ കൊടുക്കുന്നതേ. അപ്പം തന്റെ ഈ ക്ലോക്ക് മാസ്റ്റർ ക്ലോക്ക് അല്ലേ, അപ്പൊ ഇത് നോക്കി സൈറൻ കൊടുക്കണമെങ്കിൽ എന്റെ വാച്ച് അങ്ങ് സെറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകുമല്ലോ എന്ന് വെച്ചോണ്ടാണ്. ഇത് കേൾക്ക് ഇയാൾ കുളഞ്ഞിട്ട് ചിരിക്കാൻ തുടങ്ങി. ഇവിടെ തന്റെ സൈറൻ കേട്ടാ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ക്ലോക്ക് നോക്കി വാച്ചും, വാച്ച് നോക്കി സൈറണും, അത് കഴിഞ്ഞ് സൈറൺ നോക്കി ക്ലോക്കും സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മിക്കവാറും നടുപ്പാതിരായിക്ക് കോഴി കൂകുന്ന സ്റ്റേജ് വരും അല്ലേ? അങ്ങനെ കാണുന്നിടത്തെല്ലാം നോക്കി ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ കാണുന്നതെല്ലാം നമ്മളുടെ സ്റ്റാൻഡേർഡ് ആക്കരുത്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് വിട്ട് കളയാൻ പാടില്ല.